റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പ്രധാനമന്ത്രിയാകാനുള്ള ശ്രമം ആരംഭിച്ചതിനു ശേഷം ആൻഡി ബേൺഹാം നടത്തുന്ന ആദ്യത്തെ പ്രധാന പ്രസംഗത്തിൽ നമ്പർ 10 നോർത്ത് എന്നതിനുള്ള പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കും. മാഞ്ചസ്റ്ററിൽ സംസാരിക്കവേ യുകെയിലെ എല്ലാ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും വളർച്ച കൈവരിക്കാൻ ഈ സ്ഥാപനം ചുമതലപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ബേൺഹാം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം തന്റെ ഗവൺമെന്റ് പരിപാടിയുടെ കേന്ദ്രബിന്ദുവായി അധികാര വികേന്ദ്രീകരണം സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുക്കുന്നു. ബ്രിട്ടനെ അത് ആയിരിക്കേണ്ട സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള 10 വർഷത്തെ ദൌത്യത്തിനും യുവജന തൊഴിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾക്കും അദ്ദേഹം പ്രതിജ്ഞാബദ്ധത നൽകുമെന്നും പ്രതിജ്ഞയിൽ പറയുന്നു. മറ്റൊരു ലേബർ എംപിയും നേതാവാകാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ ജൂലൈ 20 ബേൺഹാം പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും പറയുന്നു. തന്റെ പദ്ധതികൾ തയ്യാറാക്കാനും മന്ത്രിസഭയിലേക്ക് ആരെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കാനും ലേബറിന്റെ 2024 പ്രകടന പത്രികയിൽ നിന്ന് വ്യതിചലിക്കുമോ ഇല്ലയോ എന്ന് വിശദീകരിക്കാനും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് അദ്ദേഹത്തിന് ആഹ്വാനങ്ങൾ നേരിടേണ്ടി വന്നു. ഇന്നത്തെ പ്രസംഗത്തിൽ സർക്കാർ ബ്രിട്ടന് ആവശ്യമായ സർക്യൂട്ട് ബ്രേക്കർ നൽകണമെന്ന് ബേൺഹാം പറയുമെന്നും രാഷ്ട്രീയത്തിൽ പൊതുജന വിശ്വാസം കുറയുന്നതിനെക്കുറിച്ചുള്ള തന്റെ വീക്ഷണത്തെ അഭിസംബോധന ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.